ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് പേരോട് നന്ദിയും കടപ്പാടും അതുപോലെ എനിക്ക് മറക്കാൻ പറ്റാത്തതുമായിട്ടുള്ളൊരു വർഷമാണ് 2024. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2020 ഞാനൊരു ഗ്രൂം മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടാണ് ഞാനൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കാലം ഞാനൊരു ഗ്രൂം ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. പിന്നീട് എനിക്ക് മനസ്സിലായി എനിക്ക് കുറച്ചും കൂടി ഒരു ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്യണം. പിന്നീട് ഞാൻ തീരുമാനിച്ചു എനിക്കൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണം. ആദ്യം ഞാൻ എൻ്റെ ഐഡിയ വീട്ടിൽ ഷെയർ ചെയ്തപ്പം ആദ്യമൊന്നും അവർ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് അവരെൻ്റെ ആഗ്രഹത്തിന് വഴങ്ങി ആയിക്കോട്ടെ നമുക്കെന്ന് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഫാമിലിക്ക് ഇതിൻ്റെ കോഴ്സ് ഫീ കാര്യങ്ങളൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ഡ്രീം വിട്ടുകൊടുക്കാൻ റെഡിയല്ലായിരുന്നു. ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സെനിക്കുണ്ടായിരുന്നു. ഞാനെപ്പോഴും ഒരു ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ജെൻസിൻ്റെ ഒരു ഹെയർ കട്ടിങ് പാർലർ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ജെൻസിൻ്റെ ഹെയർ കട്ടിങ് അതുപോലെ തന്നെ ചെറിയ ഗ്രൂം മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ബ്രൈഡൽ മേക്കപ്പ് കോഴ്സ് ചെയ്യാനുള്ള ഫീ കണ്ടുപിടിച്ചത്. ഏകദേശം ഒരു 1.5 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് ആ ഫീ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത്. അതിനുശേഷം ഞാൻ കൊച്ചിയിൽ പോയി മേക്കപ്പ് കോഴ്സ് ചെയ്തു. പിന്നെ ബാംഗ്ലൂർ പോയി ഹെയർ സ്റ്റൈലിൻ്റെ കോഴ്സ് ചെയ്തു. ഈ കോഴ്സെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നാട്ടിലേക്ക് എത്തി. തുടക്കത്തിലൊന്നും അങ്ങനെ പ്രതീക്ഷിച്ച പോലെ വർക്ക് കിട്ടിയില്ലെങ്കിലും പിന്നെ മെല്ലെ മെല്ലെ ഫ്രണ്ട്സ് വഴിയാണെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സ് ഫ്രണ്ട്സ് വഴിയാണെങ്കിലും ഈവൻ മാനേജർമാരുടെ ഫ്രണ്ട്സ് വഴിയാണെങ്കിലും അങ്ങനെയൊക്കെ എനിക്ക് മെല്ലെ മെല്ലെ കുറേശ്ശെ വർക്ക് കിട്ടി തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ബ്രൈഡ്സിനും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.